തൈരൊഴിച്ച് മാവ് അരയ്ക്കണ കൊണ്ടായിരിക്കും ഈ ദോശയ്ക്ക് കേട് ദോശ എന്ന് പേര് വന്നത്. ഉഴുന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. 2 ഗ്ലാസ് പച്ചരി, കുറച്ച് ഉലുവ, നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം ഊറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിയെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെളുത്താവൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഊറ്റിയിട്ട് നമ്മൾ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1 ഗ്ലാസ് തൈര്. അപ്പം നമ്മൾ അരി തൈരിലാണ് കേട്ടോ കുതിർത്താനായിട്ട് വെക്കുന്നത്. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അരി കുതിർന്നതിന് ശേഷം ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പോഴാണ് ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മാവ് ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ മാവ് നന്നായിട്ട് പൊന്തി വരാനായിട്ട്. നമുക്ക് മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ ചേർത്ത് മാവ് അരയ്ക്കണം അതേപോലെ തന്നെ നല്ല പതയായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കല്ലിലുണ്ടാക്കുമ്പോഴാണ് സ്വാദ് കൂടുതലുണ്ടാവുക. അപ്പോൾ അത് കാരണം ഞാൻ കൽദോശയാണ് ഉണ്ടാക്കുന്നത്. കല്ലിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവുക. കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ദോശ പരത്തണ പോലെ പരത്തിയിട്ട് ആവശ്യത്തിന് നെയ്യോ എണ്ണയോ ഒഴിച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതുപോലെ മേലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കേട് ദോശ റെഡി. പേര് കേട് ദോശ എന്നാണെങ്കിലും ടേസ്റ്റ് നമ്മളുടെ സാധാരണ ദോശയുടെ ടേസ്റ്റൊക്കെ തന്നെയാണ്. കൂടെ നല്ലൊരു തേങ്ങാ ചട്നിയും കൂടി മതി.